പബ്ലിക്കായിട്ട് ചോദ്യോത്തര വേദികൾ വെച്ചിട്ട് പണി കിട്ടിയ ഒരു മൗലവിയാണ് എം എം അക്ബർ. പെൺകുട്ടികൾക്ക് ചോദിക്കാൻ മൈക്ക് കൊടുത്തപ്പോൾ പെൺകുട്ടി ചോദിച്ചു, അല്ല ഉസ്താദേ, മുസ്ലിം പെൺകുട്ടികളിൽ ഒരുപാട് പേര് PG ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നു, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടത്? 10 വർഷം ജോലി ചെയ്ത് നിങ്ങൾ എത്ര സമ്പാദിച്ചു എന്നതിനേക്കാൾ 10 വർഷം കൊണ്ട് നിങ്ങൾ എത്ര പെറ്റുകൂട്ടി എന്നതാണ് പഠിച്ചു നോക്കുന്നത്. അത്രേ കോട്ടിട്ട് വന്ന ഈ ആധുനിക കാലഘട്ടത്തിലും 6-ാം നൂറ്റാണ്ടിന്റെ ചര്യയെ കുറിച്ച് വാചാലമാകുന്ന ഈ വിഭാഗത്തിന് പെണ്ണിനെ എന്തിനാണ് ആവശ്യം? ഈ ഒരു ഒറ്റ കാര്യത്തിന് ആവശ്യമുള്ളൂ. നമുക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ പലപ്പോഴും കേട്ടതാണ്, എന്നാലും ഒന്നുകൂടി കേൾക്കണം. ഭർത്താവ് മരിച്ചൊരു വല്യമ്മ 25 വർഷം. അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ പരിഹാസം മുഴച്ചു നിൽക്കുവാണ്. ഇദ്ദേഹത്തിന് വല്ലുമ്മ എന്ന് പറയാനുള്ള പ്രായം നഫീസ ഉമ്മയ്ക്കില്ല. ഇദ്ദേഹത്തിന്റെ പ്രായം അനുസരിച്ച് ഇദ്ദേഹത്തിന് ഒരു 67-68 വയസ്സുണ്ടാകും. ആ സ്ത്രീക്ക് അത്രയും ഇല്ല. എന്നിട്ടും ഇദ്ദേഹത്തിന്റെ പരിഹാസവും സ്ത്രീ വിരുദ്ധതയുമാണ് ഭർത്താവ് മരിച്ചൊരു വല്ലുമ്മ. ഇദ്ദേഹത്തിന്റെ വല്ലുമ്മയാകാൻ പ്രായം വേണമെങ്കിൽ ഉമ്മയുടെ ഉമ്മ. അത്രയും ഇതുപോലെ ഒരു മകനെ പ്രസവിച്ച് വളർത്താനുള്ള പ്രായം നഫീസ് ഉമ്മയ്ക്കുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രായം പോലുമില്ല. ആ പരിഹാസവും അദ്ദേഹത്തിന് ആ സ്ത്രീയോടുള്ള ഒരു വിരുദ്ധതയും വിരോധവും ആണ് ആ വാക്കുകളിൽ മുഴച്ചു നിൽക്കുന്നത്. ഭർത്താവ് മരിച്ചിട്ടുണ്ട്, ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സനാത്തിന്റെ കുറുഞ്ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ള. ഭർത്താവ് ഉള്ളവർക്ക് മഞ്ഞിൽ കളിക്കാമോ? ഇല്ല, അതും പറ്റില്ല. ശരി, ഭർത്താവില്ല, വല്ലുമ്മയുമല്ല, കല്യാണമേ കഴിച്ചിട്ടില്ലാത്ത പെൺകുട്ടികൾക്ക് മഞ്ഞിൽ കളിക്കാമോ? ഭർത്താവുള്ള സ്ത്രീകൾക്കും യുവതികൾക്കും മണ്ണിൽ കളിക്കാമോ? ഭർത്താവുള്ള വല്ലുമ്മക്ക് മഞ്ഞിൽ കളിക്കാമോ? അവർക്ക് യാത്ര പറ്റില്ല. ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു സ്ത്രീകളോടുള്ള ഒരു വിരുദ്ധത ഉണ്ടല്ലോ, പുറത്ത് പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇവർക്ക് അരിശമാണ്. എന്നാൽ ചില ഉസ്താദുമാർക്കോ ലൈംഗിക തരിപ്പാണ് ഉണ്ടാകുന്നത്. നമ്മൾ കണ്ടില്ലേ തീവണ്ടിയില് ഉസ്താദ് മുണ്ടിനകത്തൂടെ ലിംഗം എടുത്തിട്ട് ഇളക്കുന്നത് നമ്മൾ കണ്ടില്ലേ? ഇവർക്ക് ഇരിക്കപ്പുറതിയില്ല. ഇതുപോലെയുള്ള പൊറോട്ട കെട്ടുകാർക്ക് പെണ്ണിനെ കണ്ടാൽ ഉടനെ ഇത് കൃഷിയിടമല്ലേ എന്ന് തോന്നും. ശരി, ഇദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. മഞ്ഞ് വാരി ഇങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോ അത് ഈ നാട്ടുകാരെന്നെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം അങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ എല്ലാം ഇവരുടെയൊക്കെ ഉള്ളില് സ്ത്രീ എപ്പോഴും കറുത്ത ചാക്കിനകത്തു മൂടിക്കെട്ടി അകത്തിരിക്കണം, പുറത്തിറങ്ങരുത്. സ്ത്രീ പുറത്തിറങ്ങിയാലുടനെ പുരുഷന്റെ സ്വർഗം നഷ്ടപ്പെട്ടു പോകും. പുരുഷന് സ്ത്രീയെ കാണുമ്പോൾ കയറി പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അതുകൊണ്ട് പെണ്ണ് പുറത്തിറങ്ങിയതുകൊണ്ടും പെണ്ണിന്റെ ശരീരം കൃത്യമായ രൂപത്തിൽ മറയ്ക്കാത്തത് കൊണ്ടുമല്ലേ പുരുഷൻ കയറി പിടിച്ചത് എന്നാണ് ഇവര് ന്യായീകരണം പറയുക. ഒരു സവാദടിക്കാരനെ നമ്മൾ കണ്ടില്ലേ, KSRTC ബസ്സിനകത്ത് ഇറങ്ങി ഓടിയത്. അന്ന് പറഞ്ഞത് അവൾ ശരിയാവണ്ണം വസ്ത്രം ധരിച്ചിരുന്നോ? അവള് ചിലപ്പോ തുണി ഇല്ലാതെ പോയാലും ഇവന്റെ തലച്ചോറ് വെച്ചിട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവന്റെ കുഴപ്പമാണോ അവരുടെ കുഴപ്പമാണോ? അത് ചിന്തിക്കാൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നത് ഇവർ പുരുഷ ആധിപത്യമുള്ള ഒരു മതത്തിന്റെ അനുയായികളായതുകൊണ്ടാണ്. അവർക്ക് അങ്ങനെയേ ചിന്തിക്കാൻ പറ്റൂ. എപ്പോഴും പുരുഷന്മാരാണ് കുറ്റക്കാർ എന്ന രൂപത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ഇവർക്ക് ശീലമായി പോയി. നിയ ഒഫീഷ്യൽ അവന്റെ വാപ്പാക്ക് വട്ടാണെന്നോ പിടിച്ചു കൊണ്ടുപോയിട്ട് എന്താണെന്ന് വെച്ചാൽ ചികിത്സയ്ക്ക് വെച്ചേ ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ? വട്ട് നല്ലോണം മൂത്തോ? സാധാരണ വട്ട് തന്നെ ആയിരിക്കുമല്ലേ, സാരമില്ല. അപ്പോ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ചില മതപുരോഹിതന്മാരുണ്ട് കേട്ടോ. നമ്മള്
ഇന്നലെ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തന്നിരുന്നു. പക്ഷെ ഇന്നലെ സൗണ്ട് ഒന്നുമില്ലാത്ത കുറച്ചേറെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ 6-ാം നൂറ്റാണ്ടിലെ സ്ത്രീ വിരുദ്ധതകളിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കുന്ന കുറച്ചാളുകൾ നമുക്കിടയിലുണ്ട്. അവര് എന്താണ് ഇസ്ലാം, എന്തായിരിക്കണം ഇസ്ലാം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് കുറെ അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്നതല്ല ഇസ്ലാം. ഇനിയെങ്കിലും ഇസ്ലാം പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്ന കുറച്ചാളുകൾ നമുക്കിടയിലുണ്ട്. അവരിൽപ്പെട്ട ഒരാളാണ് ശ്രീ മുസ്തഫ മൗലവി. അദ്ദേഹം വളരെ വ്യക്തമായ രൂപത്തിൽ നോമ്പിനെ കുറിച്ചും ഖുർആൻ കാണാപ്പാഠം പഠിപ്പിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ടാണ്. ചെറിയ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ ഏതാനും മണിക്കൂറത്തേക്ക് അങ്ങനെ നോമ്പിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുവാണ്. ഇപ്പൊ പങ്കുളിക്കും നിൽക്ക്, ഇപ്പൊ പങ്കുളിക്കും, ഇങ്ങനെ പറഞ്ഞ് അവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന ഒരു ഏർപ്പാട്. അങ്ങനെ ചെയ്താൽ ഇവർക്ക് സ്വർഗം കിട്ടുമോ? അദ്ദേഹം പറയട്ടെ മക്കൾക്ക്. കുട്ടികളെ ഖുർആൻ കാണാതെ പഠിപ്പിക്കാൻ വിടും. അതിന്റെ കൂലി ഇവർക്ക് കിട്ടാൻ വേണ്ടിട്ട് ഇവർക്ക് എന്തോ കിരീടം കിട്ടും അത്ര സ്വർഗത്തിൽ. അതായത് ഒരാള് ഖുർആൻ മനഃപ്പാഠമാക്കിയാൽ അവർക്ക് 40 ആളുകളെ റെക്കമെൻഡ് ചെയ്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് വിശ്വാസം. അപ്പൊ ഉമ്മയും വാപ്പയും കുടുംബക്കാരും അവരെന്തു തോന്നിയാസം ചെയ്താലും വേണ്ടില്ല, ഒരുത്തൻ കാണാപ്പാഠം പഠിച്ചാൽ മതി, ഖുർആൻ അവന് സ്വർഗമാണ്. ഇനി അതല്ല, അവര് അള്ളാഹുവിന്റെ 100 നാമങ്ങൾ, 99 നാമം മതി, അള്ളാഹു എന്നുള്ള ഒരെണ്ണം ഉണ്ടല്ലോ ഇവിടെ, അത് കാണാതെ പഠിച്ചാലും അവർക്ക് സ്വർഗം കിട്ടും. നമ്മുടെ മനസ്സിൽ എത്രയെത്ര പേരുകളെയും എത്രയെത്ര വ്യക്തികളെയും മുഖങ്ങളെയും സംഭവങ്ങളെയും നമുക്കറിയാം. 100 പേര് ഇന്ന് കാണാതെ പഠിക്കാൻ വല്ല പ്രയാസമുണ്ടോ? അത് കാണാതെ പഠിച്ചാൽ മതി, സ്വർഗം കിട്ടും. അത്രേ. കുട്ടികളെ കൊണ്ട് നോമ്പെടുപ്പിക്കുക എന്നൊക്കെ പറയുന്ന വേനൽക്കാലത്തൊക്കെ ക്രിമിനൽ കുറ്റമായി പരിഗണിക്കപ്പെടേണ്ടതാണ്. ഈ മാറിയ കാലഘട്ടത്തിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ചെറിയ കുട്ടികളെ കൊണ്ട് ഈ പൊരി വെയിലിൽ ഭക്ഷണവും വെള്ളവും നിഷേധിക്കപ്പെട്ട് അവർക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി ചില മാതാപിതാക്കൾ എടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, ഇവർക്കൊക്കെ എതിരെ സത്യം പറഞ്ഞാൽ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നതിന്റെ പേരിൽ നിയമപരമായ കുരുക്കിട്ട് മുറുക്കണം. ഇവർ പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ അവർ നോമ്പെടുത്തോട്ടെ. ഇനിയും പട്ടിണിയുടെ വേദന അറിയാനാണെങ്കിൽ, ഞാനൊക്കെ പട്ടിണി അനുഭവിച്ചറിഞ്ഞ ആളാണ്, എടുക്കേണ്ടതുണ്ടോ? നല്ലതുപോലെ അറിയാം വിശപ്പിന്റെ വേദന എന്താണെന്ന്, ഭക്ഷണം കിട്ടുമ്പോഴുള്ള ഒരു ആശ്വാസം എന്താണെന്നും വളരെ വ്യക്തമായിട്ട് അറിയാം. സൊമാലിയക്കാർക്ക് അറിയില്ലേ? ഗാസക്കാർക്ക് അറിയില്ലേ? ബംഗ്ലാദേശികൾക്കും പാക്കികൾക്കും അറിയില്ലേ പട്ടിണിയുടെ വില എന്താണെന്ന്? അവർ പിടിക്കേണ്ടതുണ്ടോ നോമ്പ്? ഇവരുടെ ഈ ഉഡായിപ്പൊക്കെ ഉണ്ടല്ലോ, ഈ കാലഘട്ടത്തിൽ ഒന്നും വർക്കൗട്ട് ആകത്തില്ല. എന്ന് പറയുന്നത് ഖുർആൻ അവതരിച്ച രാവാണ്, അത് കഴിഞ്ഞു പോയ രാവാണ്. ദൈവം ഇറങ്ങി വരാനില്ല, ദൈവം ഭൂമിയിൽ. ഈ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറയുന്നു. ഖുർആൻ ഇറങ്ങിയത് റമളാൻ മാസത്തിലാണത്രേ. ഈ പ്രവാചകൻ ഹിറാ ഗുഹയിലേക്ക് പോയി ഇരിക്കുവാണ്. എന്തിന്? എനിക്ക് ഒന്ന് ഏകാന്തമായിട്ടൊന്ന് ഇരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് അദ്ദേഹം പോയിരിക്കുന്നു. ആ സമയത്ത് നോമ്പുകാലമാണോ? നബി നോമ്പെടുത്തിട്ടുണ്ടോ? നബി തറാവീഹ് നമസ്കരിച്ചിട്ടാണോ അവിടെ ഇരുന്നത്? ആരോടാണ് ഇവർ ഈ കള്ളക്കഥകൾ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നുണകളില്ലെങ്കിൽ, സെക്സ് ഇല്ലെങ്കിൽ ഈ ഇസ്ലാം എന്ന മതമുണ്ടല്ലോ എന്നോ പോയി പോകുമായിരുന്നു. നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതും അവരെ സംരക്ഷിക്കുന്നതും മക്കളെ സ്നേഹിക്കുന്നതും എല്ലാം അവരോടുള്ള ഒരു പ്രിയം കൊണ്ടും. പിന്നെ നമുക്ക് മനസ്സിന് തോന്നും, നമ്മൾ കഴിക്കുന്നു, നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ, മക്കളെ നോക്കാൻ നമുക്ക് ബാധ്യതയുണ്ടല്ലോ. നമ്മളത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഇവിടെ ഒരു സഹോദരന്റെ മുഖത്ത് നോക്കി ഒന്ന് ഇളിക്കണമെങ്കിൽ പോലും അള്ളാഹു പ്രതിഫലം തരും എന്ന് വിശ്വസിക്കണം. എന്നാലേ അത് അള്ളാഹു